ഇന്നത്തെ നമ്മുടെ അതിഥിയെക്കുറിച്ച് കേരളം കൂടുതൽ കേൾക്കുന്നത് ഏലത്തിൻ്റെയും കുരുമുളകിൻ്റെയും തേയിലത്തോട്ടങ്ങളുടെയും നാടായ ഇടുക്കി ജില്ലയുടെ കളക്ടറായതിനു ശേഷമാണ്. പിന്നീട് പല വകുപ്പുകളിൽ സേവനമനുഷ്ഠിക്കുകയും ഇന്ന് വ്യവസായ വകുപ്പിൻ്റെയും വിവരസാങ്കേതിക വകുപ്പിൻ്റെയും പ്രിൻസിപ്പൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന ശ്രീ PH കുര്യൻ IAS ആണ് നമ്മുടെ അതിഥി. സാർ, ജീസസ് CEO-യിലേക്ക് സ്വാഗതം. PH കുര്യൻ IAS എന്ന പേര് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഇൻഫോർമേഷൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സാറിൻ്റെ ബയോഡാറ്റ ലഭിക്കും. പിന്നെ സാറ് പ്രവർത്തിച്ച മേഖലകൾ, സാറ് ചെയ്തു കൂട്ടിയ നേട്ടങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങളും നമുക്കതിൽ നിന്ന് ലഭിക്കും. ഇതെല്ലാം കാണുമ്പോൾ PH കുര്യൻ എന്ന വ്യക്തിക്ക് എന്തു തോന്നുന്നു? സാർ PH കുര്യൻ IAS-നെ ഒന്ന് വിലയിരുത്താമോ? സത്യത്തിൽ എന്നെ തന്നെ ഞാൻ വിലയിരുത്തുന്നത് ശരിയല്ല. എൻ്റെ പ്രവൃത്തികൾ വിലയിരുത്തേണ്ടത് മറ്റ് ആളുകളാണ്, മറ്റ് ജനങ്ങളാണ്, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരാണ്. എൻ്റെ പ്രവൃത്തിയുടെ ദോഷമോ ഫലമോ അനുഭവിക്കുന്നവരാണ് എൻ്റെ പ്രവൃത്തി വിലയിരുത്തേണ്ടത്. എൻ്റെ പ്രവൃത്തി ഞാൻ തന്നെ വിലയിരുത്തിയാൽ എനിക്ക് സാറ്റിസ്ഫാക്ടറിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പുറകോട്ട് നോക്കിയാൽ ഒരു കുറവും കാണുന്നില്ല. ഒരുവിധം ഭംഗിയായിട്ട് ജോലി ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു ആത്മസംതൃപ്തി മാത്രമാണ് എനിക്കുള്ളത്. സാറ് തിരുവനന്തപുരത്തെ ഒരു വഴിയോരത്തിലൂടെ ദൈവവുമായി ഒരു ദിവസം വൈകുന്നേരം നടക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു. അപ്പോൾ PH കുര്യൻ എന്ന വ്യക്തിയെ എങ്ങനെ പരിചയപ്പെടുത്തുമെന്നാണ് സാർ പ്രതീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെ പരിചയപ്പെടുത്തണമെന്നാണ് സാർ ആഗ്രഹിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഒരു കർഷകൻ്റെ മകനായിട്ട്, ഒരു കർഷകനായിട്ട് തൻ്റെ പിതാവിനെ കൃഷിയിൽ സഹായിച്ച് അതോടൊപ്പം പഠിച്ച് പഠനത്തോടിരുന്നപ്പോൾ തന്നെ പഠനത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ജോലി കിട്ടി IAS സർവീസിലേക്ക് കയറി ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരാളാണ് ഈ കുര്യൻ എന്ന് പരിചയപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. അത് കൂടുതൽ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. PH കുര്യൻ എന്ന IAS-കാരനെ കേരള ജനത അറിയുന്നത് അങ്ങ് ഇടുക്കി ജില്ലയുടെ കളക്ടറായതിനു ശേഷമാണ്. ആ ഇടുക്കി ജില്ലയുടെ കളക്ടർ ആകുന്നത് വരെയുള്ള അങ്ങയുടെ കാലഘട്ടം, അങ്ങയുടെ ജീവിതം ഒന്ന് വിവരിക്കാമോ? എൻ്റെ സർവീസ് ജീവിതം ഞാൻ പറയാം. അതിനുശേഷം എൻ്റെ ബാല്യകാലവും പഠിത്ത കാര്യം കൂടെ പറയാം. ഞാൻ 1986-ലാണ് IAS-ലേക്ക് സെലക്ഷനായത്. സെലക്ഷനായി ഒരു മുസോറിയിലെ ട്രെയിനിങ്ങിന് ശേഷം, അതായത് ട്രെയിനിങ്ങിൻ്റെ പകുതി ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒഡീസ കേഡറിലേക്കാണ് അലോട്ട്മെൻ്റ് ആയത്. ഞാൻ ഒഡീസയിലെ ഗഞ്ചം എന്ന് പറഞ്ഞൊരു ജില്ലയിൽ പോയി ജില്ലാ ട്രെയിനിങ് എടുത്തു. അതിനുശേഷം ട്രെയിനിങ്ങിന് ശേഷം വീണ്ടും എന്നെ സബ് കളക്ടറായിട്ട് പോസ്റ്റ് ചെയ്തത് ഒറീസയിലെ കലഹണ്ടി എന്ന് പറഞ്ഞ റായ്പൂറിൻ്റെ അടുത്തുള്ള ഒറീസൻ്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ജില്ലയിലാണ്. അവിടെ ഞാൻ സബ് കളക്ടറായി. അവിടെ റൂറൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെ പ്രോജക്റ്റ് ഡയറക്ടറായിട്ട് ഞാൻ 3.5 വർഷം ജോലി ചെയ്തു. അങ്ങനെ 5.5 വർഷത്തോളം ഞാൻ ദക്ഷിണ ഒറീസയിൽ ജോലി ചെയ്തു. അതിനുശേഷം കേഡർ മാറിയാണ് കേരള കേഡറിലേക്ക് വന്നത്. കേരള കേഡറിൽ ഞാൻ 1993 ഡിസംബറിൽ അവസാനം വന്നു. ജാനുവരി മുതൽ ഏകദേശം ഒരു വർഷത്തിലധികം ഞാൻ ഇവിടെ ടാക്സസിൽ, ഇവിടെ സെയിൽ ടാക്സിലായിരുന്നു. സെയിൽ ടാക്സിൽ ഇന്നത് ജോയിൻറ്റ് കമ്മീഷണർ വന്ന് ബോർഡ് സെക്രട്ടറി എന്നാണ് പറഞ്ഞത്. അതിൽ കുറേ കാലം ജോലി ചെയ്തതിന് ശേഷം ഞാൻ യൂണിസെഫിൽ സേവനം അനുഷ്ഠിക്കാനായിട്ട് വീണ്ടും ഈ ഒറീസയിലെ കലഹണ്ടി ജില്ലയിലേക്ക് പോയി. അത് ഒറീസ ഫുഡ് സെക്യൂരിറ്റി ഏജൻസി എന്ന് പറഞ്ഞാൽ അവിടെ പട്ടിണി മരണം നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ കുഞ്ഞുങ്ങളെ പട്ടിണി മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ്, അത് ഞാനവിടെ ജോലി ചെയ്തിരുന്നപ്പം യൂണിസെഫുമായിട്ട് ചേർന്ന് നമ്മൾ പ്ലാൻ ചെയ്തതാണ്. ആ പ്രോജക്റ്റ് സാങ്ഷൻ ആയപ്പം അവർ എന്നെ അതിനകത്ത് പ്രോജക്റ്റ് ഡയറക്ടറായിട്ട് കൊണ്ടുപോയി. ഞാൻ അവിടെ ഒരു 1.5 വർഷം ആ സേവനം അനുഷ്ഠിച്ചു. അത് ആദിവാസികളുടെ ഇടയ്ക്കുമൊക്കെ ആ സേവനം അനുഷ്ഠിച്ചതിന് ശേഷമാണ് തിരിച്ചു വരുമ്പോഴാണ് ഇടുക്കി കളക്ടറാകുന്നത് 95-ൽ. അതിന് മുമ്പത്തെ എൻ്റെ ജീവിതം എന്ന് വെച്ചാൽ സർവീസിൽ വരുന്നതിന് മുമ്പ് ഞാൻ കോട്ടയത്ത് പാമ്പാടി സ്വദേശിയാണ്, സൗത്ത് പാമ്പാടി സ്വദേശിയാണ്. അവിടുത്തെ ഒരു സാധാരണ കർഷകൻ്റെ മകനാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് LP സ്കൂളിലും അതിനുശേഷം അവിടുത്തെ ഒരു എയ്ഡഡ് ഹൈസ്കൂളിലുമാണ് പഠിച്ചത്. അതൊക്കെ സാധാരണ ജീവിതം മാത്രം, സാധാരണക്കാരൻ്റെ ജീവിതം മാത്രം. അതിനുശേഷം ഞാൻ ബെസിലോസ് കോളേജിൽ പ്രീ ഡിഗ്രിയും BSc
കെമിസ്ട്രിയും അവിടെ ചെയ്തു. CMS കോളേജിലെ MSc ചെയ്തു. MSc തീരുന്ന മുറയ്ക്ക് തന്നെ ഞാൻ ബാംഗ്ലൂരിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഒരു റിസർച്ച് സ്കോളറായി PhD ചെയ്യാനായിട്ട് ജോയിൻ ചെയ്തു. അവിടെ PhD ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊരു 2-2.5 വർഷത്തോളം PhD കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഗവേഷണത്തിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള ഒരു സുഹൃത്ത്, എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ സിവിൽ സർവീസിൻ്റെ എക്സാം എഴുതുന്നത് ഞാൻ അവൻ്റെ റൂമിൽ നിന്ന് പുസ്തകങ്ങൾ മുഖേന കണ്ടുപിടിച്ചു. അദ്ദേഹത്തിൻ്റെ റൂമിൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പുസ്തകം ഇരിക്കുന്നു. ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സിവിൽ സർവീസ് എഴുതുകയാണത്. തമിഴ്നാട്ടുകാരൻ ഒരാൾ, തിരുനെൽവേലിക്കാരൻ. അദ്ദേഹവും PhD ചെയ്യുമായിരുന്നു. അദ്ദേഹവും PhD എന്നെപ്പോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രി PhD ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ നമുക്കപ്പോൾ ഈ IAS കിട്ടും എന്നൊന്നും നമുക്ക് അറിയില്ല. നമ്മളൊരു സാധാരണക്കാരന് ഇതൊന്നും IAS നമുക്കല്ല എന്നുള്ള വിശ്വാസത്തിലിരിക്കുന്ന അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല. അപ്പം അതിലൊരു വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു നല്ല പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാനിപ്പോൾ 1-2 പ്രാവശ്യം എഴുതി കഴിഞ്ഞു. 1 പ്രാവശ്യം ഞാൻ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ചെയ്തു. നീ എഴുതിക്കോ, നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ആ പ്രേരണയിൽ ഉൾപ്പെട്ട് ആണ് സിവിൽസിൽ എഴുതാൻ നോക്കിയത്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി പോയി പുസ്തകങ്ങൾ വാങ്ങിച്ചു, ഉള്ള കൂട്ടത്തിൽ പഠിക്കാൻ തുടങ്ങി. അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസ് എടുത്തുകൊണ്ട് ഞാനും പൊളിറ്റിക്കൽ സയൻസ് ഒരു വിഷയമായിട്ടെടുത്തു, കെമിസ്ട്രി ഒരു വിഷയമായിട്ടെടുത്തു. അപ്പോൾ അന്ന് ഞങ്ങളങ്ങനെ പുസ്തകം വാങ്ങിക്കാനായിട്ട് പോയപ്പോൾ 83-ലാണ് അത് തുടങ്ങുന്നത്. 83-ൽ ബാംഗ്ലൂർ ബുക്ക് ബ്യൂറോ എന്ന് പറഞ്ഞ ഒരു വലിയ ബാംഗ്ലൂർ ബുക്ക് ബ്യൂറോയിൽ ഞങ്ങൾ ഈ സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ജനറൽ ബുക്സ് ഇഷ്ടം പോലെ വായിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് സ്കോളർഷിപ്പുകളിലുണ്ട്, നല്ല റിസർച്ച് സ്കോളർഷിപ്പുകളിൽ നല്ല പണം ഉണ്ടായി ഇഷ്ടംപോലെ പുസ്തകങ്ങൾ വാങ്ങിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ അവിടെ പുസ്തകം വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കെട്ടിടം ഒരു 10-12 നിലയുള്ള കെട്ടിടം തകർന്ന് താഴോട്ട് വീണു. അതിൽ ധാരാളം ആളുകൾ മരിച്ചു. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും ഇതിലേക്ക് പോകുമ്പോൾ ഞാനും പുള്ളിയും വേറെ കുറച്ച് പേരും രക്ഷപ്പെട്ടു. ഞങ്ങളൊരു 2-ാം നിലയിലോ 3-ാം നിലയിലോ ആണ്. ആ 3-ാം നിലയുടെ ഒരു സൈഡ് മാത്രം ഇടിഞ്ഞില്ല, ബാക്കിയുള്ളെല്ലാം ഇങ്ങനെ താഴോട്ട് പോകും. ആ ബിൽഡിങ്ങിൻ്റെ മൂലയിൽ എൻ്റെ ഒരു സ്പാൻ ഇങ്ങനെ വാർത്തിരിക്കും. ആ ഒരു ഭാഗത്ത് ഞങ്ങൾ നിൽക്കുന്നു. നമ്മുടെ അപ്പുറത്ത് നിന്നവർ വരെ ഇടിഞ്ഞങ്ങ് താഴോട്ടങ്ങ് പോയി. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞങ്ങളെ പോലീസ് ഒരു ഏണിയൊക്കെ കൊണ്ടുവന്ന് ഇറക്കി ഞങ്ങൾ തിരിച്ചു പോരുന്നു. അപ്പോൾ അതെനിക്കൊരു വലിയ ചേഞ്ച് ഉണ്ടാക്കി. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഈ നമ്മൾ പരീക്ഷ എഴുതാൻ അങ്ങോട്ട് പ്ലാൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം തന്നെ നമ്മളെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിച്ച് നമ്മളെ ഇതിനു വേണ്ടി ദൈവം വച്ചിരിക്കുകയാണെന്നുള്ള ഒരു തോന്നൽ എനിക്ക് അന്നില്ല. ഒരു വിശ്വാസമാണ്. അതുകൊണ്ട് കിട്ടും എന്നൊരു തോന്നൽ പെട്ടെന്നുണ്ട്. അത് 83-ൽ തന്നെ. പക്ഷേ 84-ലെ പരീക്ഷയ്ക്ക് എനിക്ക് IAS കിട്ടിയില്ല. അവിടെ വെച്ച് എനിക്കൊരു ഇതുകൂടെ പറ്റി. ഞാൻ 141 എനിക്ക് തോന്നുന്നു. IAS കഴിഞ്ഞാൽ ഉടനെ IPS-ൻ്റെ റാങ്കിലായിരുന്നു. അപ്പോൾ IPS കിട്ടുമെന്നാണ് ഞാൻ അപ്പോൾ എല്ലാവരോടും പറയുകയും ചെയ്തു ഈ ലിസ്റ്റ് കണ്ടിട്ട്. പക്ഷേ അതൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ UPSC എന്നൊരു കത്ത് വന്നു, കളർ ബ്ലൈൻഡ്നെസ് ഉള്ളതുകൊണ്ട് IPS-ന് അൺഫിറ്റാണെന്ന്. നമ്മൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ പരീക്ഷ ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, IPS ആയി. തന്നെയല്ല, കേരളത്തിൽ എനിക്ക് മുമ്പായിട്ട് മലയാളി പേരുകൾ ആരുമില്ല. അപ്പോൾ കേരളത്തിൽ തന്നെ കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ പിന്നെ IAS ഒന്നും പോകണ്ട എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഒരു ഇടുത്തി പോലെ ഈ UPSC-ലെ കത്ത് വരുന്നത്. അത് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കൂട്ടുകാരോടൊക്കെ പറയാൻ തന്നെ വലിയ ബുദ്ധിമുട്ട് വന്നു. പിന്നെ സാധാരണ അപ്പം ഞാൻ വിചാരിച്ചു, അന്നേരം നമ്മളൊരു തീരുമാനം എടുത്തു, ഇതും ഒരു പക്ഷേ ഒരു ദൈവനിശ്ചയമായിരിക്കും. ഞാൻ ഉദ്ദേശിച്ച IAS തന്നെ കിട്ടാനാണ്. അപ്പോൾ അടുത്ത വർഷത്തെ പരീക്ഷ ഇതറിഞ്ഞ് കഴിഞ്ഞ പിന്നെയാണ് ഞാൻ പോയി പ്രിലിമിനറി എഴുതിയത്. പ്രിലിമിനറിയുടെ തലേ ദിവസം പോലും നമ്മളെ പഠിക്കാൻ കൂട്ടുകാർ സമ്മതിച്ചില്ല. ഞങ്ങളെല്ലാ ആഘോഷങ്ങളും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാലും പ്രിലിമിനറി പോയി എഴുതി, അവിടെ പാസ്സായി. പിന്നെ മെയിൻ പാസ്സായി. അപ്പോഴത്തേക്ക് ഞാൻ റിസർച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടിരുന്നു. അപ്പം നല്ല വണ്ണം പഠിച്ച് പ്രാവശ്യം എഴുതി ദൈവാനുഗ്രഹത്താൽ കിട്ടി. അങ്ങനെ 86-ൽ IAS-ൽ കയറിയത്. സാറിൻ്റെ ബാല്യകാല ജീവിതം IAS നേടിയെടുക്കാൻ ഏത് രീതിയിലാണ് സഹായിച്ചിട്ടുള്ളത്? ബാല്യകാല ജീവിതം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധാരണ ജീവിതവും കഷ്ടപ്പാടുകളും ഒക്കെ ആയിരുന്നു. പക്ഷേ അതിനകത്ത് ഒരു വലിയ കാര്യമുണ്ട്. ഇപ്പോൾ അതായത് എൻ്റെ അമ്മ, അപ്പച്ചൻ്റെ അമ്മ, ഞാൻ തീരെ കുഞ്ഞായിരുന്ന സമയത്ത് അത് ഭയങ്കര വിശ്വാസികളാണ്. അപ്പോൾ വെളുപ്പിനെ ഒരു കർഷകരായത് വളരെ നേരത്തെ എഴുന്നേൽക്കും. അപ്പോൾ അപ്പച്ചൻ്റെ അമ്മ തന്നെ നേരത്തെ എഴുന്നേറ്റ് ആദ്യം ഒരു പാട്ട് പാടും. അത് കഴിയുമ്പോൾ അപ്പച്ചൻ കട്ടിലേ കിടന്നുകൊണ്ടൊരു പാട്ടുണ്ട്. ഒരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന തുടങ്ങും. അത് കഴിഞ്ഞ് ഞങ്ങളെ കൂടെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു ഇതാണ്. അപ്പം ഞാൻ ഓർത്തഡോക്സുകാരനാണ്. ഞങ്ങളുടെ രാവിലത്തെ പ്രാർത്ഥനയിലൊക്കെ ഈ സങ്കീർത്തനങ്ങൾ 2-3 പെടുന്നുണ്ട്. അതൊക്കെ അന്നേരം നമ്മളത് ഒരു 3-4 വയസ്സായപ്പോൾ തന്നെ ഇതൊക്കെ അങ്ങ് ഹൃദയസ്ഥമായി. ആരും പഠിപ്പിച്ചിട്ടല്ല, അവർ ഈ ദിവസവും പാടുന്നത് കേട്ടിട്ട്. പിന്നെ അപ്പച്ചൻ്റെ അമ്മ ഭയങ്കരമായിട്ട് മുട്ടയിൽ കുത്തി നിന്ന്
പാട്ടും എപ്പോഴും കുമ്പിടുകയും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളാണ്. അമ്മ അതുപോലെ തന്നെ വലിയൊരു പിന്നെ മറിയമിൻ്റെ വിശ്വാസിയാണ്. അപ്പം ഞങ്ങളടുത്ത് മണർകാട് പള്ളിയുണ്ട്. അപ്പം ഞാൻ എൻ്റെ കുടുംബം പുരാതനമായിട്ട് മണർകാട് പള്ളിയിൽ ഞങ്ങളായിരുന്നു. അവിടുന്ന് കുറച്ചുകൂടെ കിഴക്കോട്ട് മാറിയാണ് പാമ്പാടി താമസിച്ചത്. അപ്പം ഞങ്ങൾ മണർകാട് പള്ളിയുടെ ഒരു ആരാധകർ തന്നെയാണ് അന്ന് മുതൽ. അപ്പോൾ ചെറുപ്പായിരിക്കും പോലെ നമ്മളവിടെ മണർകാട് പള്ളിയിൽ പെരുന്നാളിന് കൊണ്ടുപോകും, നോമ്പെടുക്കും. അപ്പോൾ ഇതൊക്കെ ദൈവമായിട്ട് അടുത്ത് തന്നെ നിൽക്കാൻ നമ്മളെ അന്ന് സഹായിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകളിൽ ഉള്ളിലെ പ്രത്യേകിച്ച് സങ്കീർത്തനത്തിലെ ചില സെൻറ്റൻസ് നമ്മുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ബാധിച്ചിട്ടുണ്ട്. അത് ജീവിതത്തെ നമ്മളെ ഒരു നേർപാതിയിൽ ഇങ്ങനെ നിർത്താൻ സഹായിച്ചു. അപ്പോൾ അന്നൊന്നും നമുക്ക് IAS കിട്ടുമെന്ന ഒരു പ്ലാനില്ല. ആ ഒരു കാലത്ത് എന്തെങ്കിലും ഒരു ചെറിയ ജോലി കിട്ടിയാൽ മതി. പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഓരോന്നോരോന്ന് പ്രതീക്ഷിച്ചല്ല ഞാനൊക്കെ പഠിച്ചത്. ഞാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് കൃഷിപ്പണിയിൽ സഹായിക്കുകയും ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുപോകും എല്ലാം ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ആ പഠനവും ഇങ്ങനെ കൊണ്ടുപോയത് പ്രത്യേകിച്ചൊരു എയിം ഒന്നുമില്ല, അതിന് സാധിക്കുന്നില്ല അന്ന്. അപ്പോൾ അന്നത്തെ ആ ഒരു സിറ്റുവേഷനിൽ വെച്ച് ഇപ്പോൾ പുറകോട്ട് നമ്മൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, ഒരു ക്ലർക്ക് പണി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒരു അധ്യാപകനായാൽ മതി. അത് കഴിഞ്ഞ് MSc വരെയൊക്കെ പഠിച്ചപ്പോഴത്തേക്ക് ഒരു കോളേജ് അധ്യാപകനാകെ തന്നെ നല്ല കാര്യം. പക്ഷേ അങ്ങനെ ഓരോ സമയവും നമ്മൾ ദൈവം മാറ്റി കൊണ്ടുപോയി. അവിടുന്ന് ഞാൻ PhD ചെയ്യാനായിട്ട് പോയി. അത് കുര്യൻ PhD എന്ന് പറയുന്നതിൻ്റെ ഉള്ളൊരു അന്നത്തെ നമുക്കൊരു തോന്നുന്നത് PhD ആയിക്കോട്ടെ PhD ആയിക്കോട്ടെ. പിന്നെ കെമിസ്ട്രി എന്ന് പറയുന്ന വിഷയം എനിക്ക് വളരെ, ഞാൻ BSc പഠിച്ചപ്പോൾ മുതൽ കെമിസ്ട്രി വളരെ പിന്നെ താല്പര്യമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇൻവെൻഷൻ നടത്തിയവരുടെ എല്ലാം പേരുകൾ ഓർക്കും. അപ്പോൾ എനിക്കൊരു ഇൻവെൻഷൻ നടത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് PhDക്ക് പോയത്. പിന്നെ PhD ചെയ്ത് എൻ്റെ ഫീൽഡിൽ ഞാൻ സിന്തറ്റിക് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഡ്രഗ് സിന്തസിസ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ സീനിയേഴ്സായിട്ടുള്ളവരൊക്കെ ഈ ബഹുരാഷ്ട്ര കമ്പനികളിലാണ് ജോലി കിട്ടുക, മരുന്ന് കമ്പനികളിലാണ് നല്ല ശമ്പളവും സൗകര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ അന്നേരം എൻ്റെ സീനിയറായിട്ടുള്ള പലരും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി നമ്മുടെ ഈ പ്രവൃത്തിയൊന്നും സാധാരണക്കാരൻ്റെ സേവനമായിട്ട് മാറുന്നില്ല. എൻ്റെ സീനിയറായിട്ടുള്ള ഒരാൾ വലിയൊരു ഡ്രഗ് കമ്പനി ജോലിയുള്ള ആൾ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പരിശ്രമഫലമായിട്ട് മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിലവ് കുറച്ച് കഴിഞ്ഞാൽ പോലും കമ്പനി അത് ഭയങ്കര വിലയ്ക്ക് വീണ്ടും വയ്ക്കും. അദ്ദേഹത്തിൻ്റെ ആ കണ്ടുപിടുത്തം അത് ജനങ്ങൾക്ക് പ്രയോജനമാകില്ല എന്ന് ഞാൻ എന്താ പറയുക ഹോഴ്സസ് മൗത്തിൽ നിന്ന് തന്നെ കേട്ടു. അത് കമ്പനിക്ക് അപ്പോൾ പുറത്ത് നമ്മൾ ചുറ്റുപാടി പഠിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ് ബഹുരാഷ്ട്ര കുത്തകളായിട്ടുള്ള കമ്പനികൾ അവരെ ആളുകളെ ചൂഷണം ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ നമ്മൾ വില കുറച്ചാലും അവരത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാനും വിചാരിച്ച് ഈ ഫീൽഡിൽ നമ്മൾ PhD കംപ്ലീറ്റ് ചെയ്ത് അത് തന്നെ കുറേ വർഷം എടുക്കും. എൻ്റെ ആ ഫീൽഡിൽ ഒരു 6-7 വർഷം എടുക്കും. അപ്പോൾ ഞാൻ 3 വർഷം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യം നമ്മളെ ഇതിനകത്തേക്ക് മാറ്റി. ഇതെല്ലാം നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ആ അതായിരിക്കണം നമ്മളെ ഓരോന്നിന്ന് മാറ്റി മാറ്റി അവസാനം ദൈവം നിശ്ചയിച്ച് വെച്ചതായിരിക്കും ഇതിനകത്തേക്ക് വരിക. പിന്നെ മറിയാമിലുള്ള വിശ്വാസം, ദൈവമാതാവിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ്. ഞാൻ എനിക്ക് തോന്നുന്നത് ബസേലിയോസ് കോളേജിലോ അല്ലെങ്കിൽ MScക്കോ മറ്റും പഠിക്കുന്ന സമയത്ത് വേളാങ്കണ്ണിയിൽ നിന്നുള്ള അവിടെ എന്തോ അവിടുത്തെ വിശ്വാസികളായ 2 സ്ത്രീകളിങ്ങനെ നമ്മുടെ വീട് വഴി വരും. അവർ വീട് വഴി വന്ന് അവർക്കെങ്ങനെയോ മാതാവിൽ വിശ്വാസമുള്ള വീടുകൾ കൃത്യമായിട്ടറിയാം, അവിടെ വരും, സ്ഥിരമായിട്ട് ഇങ്ങനെ വരും. ഞാൻ അവരെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഞാനില്ലാത്തൊരു പ്രാവശ്യം അങ്ങനെ വന്ന ഈ ഒരു സ്ത്രീയെ അവരാകപ്പാടെ ഈ അമ്മയുടെ ഒക്കെ പഴയ കവുണി മാത്രമാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. കവുണി മറ്റേ ഈ നമ്മുടെ കശവുള്ള ഇത് മാത്രം, അല്ലാതെ അവർ പൈസ ഒന്നും വാങ്ങിച്ചതില്ല. പിന്നെ അവരുടെ പൈസ നമുക്ക് പള്ളിയിൽ ഇടാൻ കൊടുക്കാൻ പറഞ്ഞ് കൊടുത്തുവിടുമായിരിക്കണം അവിടെ. അപ്പോൾ അവർ ഒരു ദിവസം ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ 2 എൽഡർ ബ്രദേഴ്സും മരിച്ചു പോയതാണ്. ആ കാലത്ത് ഞാൻ ഒറ്റ ആളേ ഉള്ളൂ, അവർ 2 കുറച്ച് നേരത്തെ മരിച്ചു. അപ്പോൾ ഈ വന്ന വെളാങ്കണ്ണിലെ എന്ന് വരുന്ന ആ ഭക്തശ്രീ പറഞ്ഞു, ഒരു മകനുണ്ട്, അവനിപ്പോൾ നല്ലവണ്ണം പഠിക്കുകയാണ്, അവനൊരു ഭരണാധികാരിയായി മാറും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെല്ലാം കാര്യം എന്ന് പറയുന്നത് എൻ്റെ അമ്മയും അപ്പൻ്റെ അമ്മയും ഒക്കെയുള്ള മാതാവുമായിട്ടുള്ള വിശ്വാസമാണെന്നുള്ളത് അന്ന് എന്നെ അവരങ്ങനെ പഠിപ്പിച്ചു. അതെനിക്കിപ്പോഴും ഇതാണ്. ഞാനിപ്പോൾ കോട്ടയം ഭാഗത്തൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയിൽ പോകും, അവിടെ പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ. കുട്ടികളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ അവരെ അവിടെ കയറ്റും. അപ്പോൾ അത് ഒരു വലുത് അപ്പം ഇതൊക്കെ ഒരു അടിയുറച്ച വിശ്വാസമാണ്. അപ്പോൾ അത് നമ്മളെ ഇതിനകത്തേക്ക് വരാൻ സഹായിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആ വിശ്വാസത്തിൽ നിന്ന് നമുക്കിത് ലഭിക്കുമെന്നുള്ള ഒരു ഇപ്പുറത്ത് നമ്മളിപ്പം കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി എന്തുമാത്രം ഇൻ്റർവ്യൂവും കാര്യങ്ങളും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ചെറുപ്പത്തിൽ മുതലുള്ള നമ്മളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ദൈവികമായിട്ടുള്ള എക്സ്പീരിയൻസ്, മാതാവിലുള്ള വിശ്വാസം, പിന്നെ ഇതൊന്നുമല്ല ഭൗതികമായിട്ട് പ്രവൃത്തികൾ ചെയ്ത് നമുക്ക് എന്തിനേയും തരണം ചെയ്യാനുള്ള ഒരു ധൈര്യം. ഇതൊക്കെയാണ് എന്നെ IASലേക്ക് വരാൻ സഹായിച്ചതും. അതുപോലെ തന്നെ വന്നതിന് ശേഷം ഒരുവിധം സാറ്റിസ്ഫാക്ടറി ആയിട്ട് പ്രവർത്തിക്കാൻ
അതൊക്കെ ദൈവാനുഗ്രഹമായിട്ട് മാറുന്നത്. സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഭൗതികമായി പ്രവർത്തിച്ചുള്ള പരിചയം ജീവിതത്തിൽ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാറിനെ എങ്ങനെയാണ് സഹായിച്ചത്? ഈ ഭൗതിക പ്രവൃത്തികളിൽ നമുക്ക് ചെറിയത് മുതൽ വലുത് വരെ പ്രതിസന്ധികളുണ്ടാകും. തീർച്ചയായും. ഈ പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഉദ്ദേശിക്കുന്ന കാര്യം കൊണ്ട് നടക്കത്തില്ല, താമസിക്കും. അത് നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഉദ്ദേശിച്ച പോലെ വരത്തില്ല. അല്ലെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അതിനകത്ത് പണി ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ സമയത്തിന് നമുക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ നമ്മൾ മാർക്കറ്റിലേക്ക് സാധനം കൊണ്ടുപോവുക, അത് കൃത്യസമയത്ത് എഴുന്നേറ്റ് എത്രയും വേഗം നടന്നു ചെന്നില്ലെങ്കിൽ അവിടുത്തെ കച്ചവടത്തിൻ്റെ പീക്ക് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന് വില കുറച്ചേ കിട്ടത്തുള്ളൂ. ഇതെല്ലാം ദൈനംദിന ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ ഈ പ്രതിസന്ധി മാറാൻ അന്നത്തെ നമ്മുടെ ഏക പരിഹാരം, വേറെ പരിഹാരങ്ങളില്ല. ഏക പരിഹാരം ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എന്നെ വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ ഒരു ദൈവത്തിലുള്ള വിശ്വാസം കിട്ടും. പ്രതിസന്ധിയെ നേരിടാനുള്ള ഒരു ആത്മധൈര്യം അപ്പോൾ കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ജോലിയിൽ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഭൗതിക ജോലിയോ കാര്യങ്ങളോ ആയിട്ടുള്ളത് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ആദ്യകാലത്തെ ജീവിതത്തിൽ ഞാൻ ഒറീസയിലൊക്കെ ആയിരുന്ന സമയത്ത് 10-20 കിലോമീറ്റർ നമ്മൾ ആദിവാസി ഏരിയയിൽ കൂടെ നടന്നൊക്കെ പോകും. അതിനൊന്നും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. നമ്മൾ ഇവിടെയും നടന്നിട്ടുണ്ട്, എവിടെയും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഭൗതികമായ പ്രവൃത്തി ചെയ്യുന്ന സമയത്തും ആ എക്സ്പീരിയൻസ് ഒരു മുതൽക്കൂട്ടാണ്. അതുപോലെ തന്നെ ഒരു ആത്മധൈര്യം, പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു ആത്മധൈര്യം എന്ന് പറയുന്നത് ആ എക്സ്പീരിയൻസ് കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് സഹായിച്ചിട്ടുമുണ്ട്. സാർ നേരത്തെ പങ്കുവച്ചതുപോലെ മറിയത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച്, ആ മറിയത്തിലുള്ള വിശ്വാസം ഔദ്യോഗിക ജീവിതത്തിൽ എന്തുമാത്രം സാറിനെ സഹായിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിശ്വാസം സഹായിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ എടുക്കാൻ പോകുന്ന തീരുമാനം, അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് എടുക്കാൻ പോകുന്ന നമ്മുടെ ഒരു പാത, ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു ഇത് വരും. ഇതുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇന്ന കുഴപ്പം ഉണ്ടാകാൻ പറ്റും. ഇങ്ങനെയുള്ള സമയത്ത് ദൈവത്തിലുള്ള വിശ്വാസം, പിന്നെ മാതാവേ എന്നൊരു വിളിയോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനുള്ളിലാണ്, ഞാനങ്ങനെ എക്സ്റ്റേണലായിട്ട് ചെയ്യുന്ന കാര്യമല്ല, ദൈവത്തിലുള്ള ഒരു വിശ്വാസം. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റും. ഇപ്പം നമ്മൾ ഔദ്യോഗിക ജീവിതത്തിലോ അല്ലെങ്കിൽ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ രണ്ട് കൂട്ടരുടെ കേസ് കേട്ട് നമ്മൾ തീരുമാനിക്കുന്ന, നമുക്കും പല പ്രാവശ്യം ഒരു ന്യായാധിപനെ പോലെ പെരുമാറേണ്ടവരുന്നുണ്ട് IAS ജോലി ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് രണ്ടും ശരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ധർമ്മസങ്കടം ഉണ്ടാകും. ഇയാളുടെ ഭാഗം ശരിയാണ്, ഈ സൈഡിൻ്റെ ഭാഗം ശരിയാണ്. ഇങ്ങനെ ശരിയായിരിക്കുന്ന സമയത്ത് നമ്മൾ ദൈവവിശ്വാസവും ആത്മീയമായിട്ട് ശുദ്ധിയുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് അന്ധകരണം നമ്മളോട് പറയും. അതാണ് ഈ ഉള്ളിൻ്റെ വിളി. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത് ദൈവമാണ്. അപ്പോൾ ദൈവം അവിടെ നിന്നൊരു ഉച്ചാരണം തരും, ഇതാണ് ശരി, അതാണ് യഥാർത്ഥ ശരി. മനുഷ്യൻ്റെ നീതിയല്ല ദൈവത്തിൻ്റെ നീതി എന്ന് വളരെ നേരത്തെ ഞാൻ മനസ്സിലാക്കി. മനുഷ്യൻ്റെ നീതി നിയമങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ നിയമങ്ങൾ ഉപയോഗിച്ച് മാത്രം തീരുമാനം എടുക്കുന്നതിനേക്കാൾ അപ്പുറം അതിനപ്പുറമായിട്ടുള്ളൊരു ദൈവിക നീതിയുണ്ട്. ആ നീതി അനുസരിച്ച് തീരുമാനമെടുക്കാൻ സാധിച്ചാൽ ആണ് നമ്മൾക്ക് ഏറ്റവും നല്ല തീരുമാനം. നിയമത്തിൽ മാത്രം പെട്ടതല്ല, നിയമം അതിനൊരു ഉപാധിയാണ്. എല്ലാ നിയമങ്ങളും അതേ ഉപാധിയിലേക്ക് കടക്കണമെന്നില്ല. അപ്പം നിയമം മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നത്. നിയമത്തിനപ്പുറമായ ഒരു ദൈവിക നീതി ഉണ്ടെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ആ നീതി നമ്മുടെ മനസ്സിനെ കാണിച്ചു തരുന്നത് നമ്മുടെ മനസ്സിന് ഉള്ളിൽ നിന്ന് ദൈവമാണ്. പിന്നെ ഏറ്റവും വലിയ ഒരു എണ്ണം, ഞാൻ എപ്പോഴും എൻ്റെ ഒരു അധികാരത്തിൻ്റേതായിട്ടുള്ള ഇത് വരുമ്പം 2-3 കാര്യങ്ങൾ എൻ്റെ മനസ്സിലാണ് നയിക്കുന്നുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ അപ്പച്ചൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഈ രാവിലത്തെ ഇതിനകത്ത് നമ്മൾ 113 മസ്മൂർ എന്ന് പറയും, അത് 113 സങ്കീർത്തനം. അതിനകത്തൊരു വാക്കുണ്ട്, അത് ഞാനിപ്പോൾ ഓർക്കുന്നത് ഇങ്ങനെയാണ്: ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവിനോട് സദൃശ്യൻ ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ. അവൻ എളിയവനെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോട് ഇരുത്തേണ്ടതിന് കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. ഇത് പറഞ്ഞത് ദാവീദ് മഹാരാജാവാണ്. ദാവീദ് മഹാരാജാവിന് ആ ഒരു ഫീലിംഗ് ഉണ്ട്. എന്താണ്? എളിയവനായിരുന്ന വെറും ആട്ടിടയനായിരുന്ന ദാവീദിനെ യഹോവ ആ സ്ഥാനത്ത്, അതായത് ബാക്കിയാടിൽ നിന്ന് കുപ്പയിൽ നിന്ന് ഉയർത്തിയിട്ട് പ്രഭുക്കന്മാരുടെ ഇടയിൽ ഇരിക്കുക. അപ്പോൾ പ്രഭുക്കന്മാരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ പ്രഭുക്കന്മാരുടെ പ്രഭുവായിട്ടുള്ള ദാവീദിന് അത് പറയാൻ സാധിച്ചല്ലോ, അത് പറഞ്ഞുകൊണ്ട് ദൈവത്തെ വാഴ്ത്താൻ പറ്റിയല്ലോ. അപ്പോൾ നമ്മൾ അധികാരം കൂടി പോകുമ്പോഴും
രണ്ട് കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, നമ്മൾ ദൈവമാണ് നമ്മളെ ഈ കുപ്പയിൽ നിന്ന് ഉയർത്തി ഇങ്ങോട്ട് വെച്ചത്. അത് നമ്മൾ ആ കാര്യം എപ്പോഴും ഓർക്കാൻ വേണ്ടി. ദാവീദ് ഓർത്തിട്ടുണ്ട്, ഞാനൊരു ഒരു ഒരു ആട്ടിടയനായിരുന്നല്ലോ, എന്നെ ദൈവമാണ് ഇവിടെ ഉയർത്തി ഇവിടെ ഇരുത്തിയത്. ഇത് മനസ്സിനെ നയിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്കൊരു അധികാരമോ അല്ലെങ്കിൽ ഇതൊക്കെ മനുഷ്യ സഹജമാണ്. അപ്പം നമുക്കും തോന്നിയിട്ടുണ്ട് ചിലരുടെ അടുത്ത് നമ്മുടെ അധികാരമൊന്ന് കാണിച്ചു കളയാം എന്ന് തോന്നും. പക്ഷേ ഈ ഒരു വാക്ക് നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാറുണ്ട്. ലുക്ക് ഹു ആർ യു ആർ വൺസ് ലൈക്ക് ദിസ് എന്നുള്ളൊരു ഇതുണ്ടല്ലോ. ആ ഒരു കോള് നമ്മളുടെ അന്ധകരണത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്. എനിക്ക് പലപ്പോഴും ഉണ്ട്, ഇല്ലാത്ത സമയമുണ്ട്. നമ്മൾ ഇതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എല്ലാ സമയത്തും നടക്കുന്ന കാര്യമില്ല. ചില സമയം നമ്മൾ മാനസികമായിട്ടുള്ള നമ്മളുടെ വീക്ക്നെസ്സുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചിലപ്പം നമ്മൾ ഈ എല്ലാ തീരുമാനങ്ങളും നീതിയുക്തവും ദൈവനീതി നടപ്പാക്കിയെന്ന് എനിക്കും പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇതുള്ളത് കൊണ്ട് കുറേ കാര്യങ്ങൾക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറ് നേരത്തെ പറഞ്ഞിരുന്നു ബാംഗ്ലൂരിൽ വെച്ചുണ്ടായ ഒരു അപകടത്തിൽ നിന്ന് സാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെന്നും ആ രക്ഷപ്പെടലിൽ നിന്ന് സാർ തിരിച്ചറിഞ്ഞു ഇത് IAS ദൈവത്തിൻ്റെ ഒരു വിളിയാണെന്നും. പിന്നീട് സാർ ഔദ്യോഗിക ജീവിതത്തിൽ വന്നതിന് ശേഷം സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് IAS കിട്ടിയത് നന്നായി, അല്ലെങ്കിൽ ഇതെൻ്റെ വിളി തന്നെയായിരുന്നു, ഇതുകൊണ്ട് എനിക്ക് ജനങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്ന് ആ ദൈവവിളിയെ ഉറപ്പിക്കുന്ന സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അത് ഇഷ്ടം പോലെ അങ്ങനത്തെ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഏറ്റവും ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് IAS സെലക്ഷൻ ചെയ്തതിന് ശേഷം, അന്ന് IAS കേരളത്തിൽ ഞാൻ തന്നെയായിരുന്നു ആദ്യം. എന്നിട്ടും ചെറിയ ഒരു ഇഷ്യൂ, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മിസ്ഇൻ്റർപ്രിട്ടേഷൻ കൊണ്ട് ഞാൻ ഒറീസയിലേക്ക് അലോട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ഒറീസയിൽ ചെന്നിട്ട് അവിടുത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് എനിക്ക് ആദ്യം സബ് കളക്ടറായിട്ട് പോസ്റ്റിംഗ് കിട്ടിയത്. അവിടുത്തെ ആ സാധാരണക്കാരനിടയ്ക്ക് അന്നത് പട്ടിണി മരണത്തിൻ്റെ നാടായിട്ടാണ് അറിയപ്പെടുന്നത്. ഒറീസയിലെ കലഹണ്ടി ജില്ല അന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു 2-3-4 ജില്ലയുടെ വിസ്താരമുള്ള ഒരു ജില്ല. അതിനകത്ത് എൻ്റെ സബ് ഡിവിഷൻ, ഞാൻ സബ് കളക്ടറായിട്ട് ഏരിയ തന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു ജില്ലക്കാലും കൂടുതലുള്ളതാണ്. ഒരു 150 കിലോമീറ്റർ യാത്ര ചെയ്യണം അറ്റേ ഒരു എൻഡിൽ നിന്ന്, നമ്മുടെ ഓഫീസിൻ്റെ അവിടെ നിന്ന് ഒരു എൻഡിലേക്ക്. അവിടെ ആദിവാസികളും അതുപോലെ തന്നെ പട്ടിണി മരണവും വരൾച്ച, കർഷകരും പട്ടിണിക്കാരും എല്ലാം. ഇതിനിടയ്ക്ക് എനിക്കൊരു 5-6 വർഷം ജോലി ചെയ്യാൻ സാധിച്ചു. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിസെഫിൽ ചെന്നിട്ട് ഒറീസ ഹൗസ് ഹോൾഡ് ഫുഡ് സെക്യൂരിറ്റി പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഇതിനകത്ത് വളരെ താഴ്ന്ന ചെന്ന ആളുകളുമായിട്ട് അവരുടെ കൂട്ടത്തിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിച്ചു. അത് ഇപ്പം ഇന്ന് കേരളത്തിൽ ഒരു 50 വർഷം ജോലി ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് ഞാൻ എൻ്റെ ആ 5.5 വർഷത്തെ ഇത് കണക്കാക്കുന്നത്. അവിടുത്തെ ആത്മസംതൃപ്തിയും അവിടെ ദൈവം തന്ന ആ അവസരവും എൻ്റെ ബാക്കിയുള്ള സർവീസിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. ഏറ്റവും പാവപ്പെട്ടവരെ കാണാൻ പറ്റി. കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരൊറ്റ പാവപ്പെട്ടവരും ഇല്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വരൾച്ചയുടെ കൊടും ഭീകരത നിൽക്കുന്ന സമയത്ത് മണിക്കൂറുകളോളം നമ്മൾ നടന്നാൽ എന്തെങ്കിലും ഒരു ആഹാര സാധനം കിട്ടാത്ത തരത്തിലുള്ള സ്ഥലം, രോഗം, പകർച്ചവ്യാധികൾ, ജപ്പാൻ ജ്വരം, നമ്മുടെ ഡയറിയ, മലേറിയ. അപ്പോൾ ഇങ്ങനെ എത്രയോ പേര് മരിക്കുന്നു. അവർക്ക് മരുന്നുകളുമായിട്ട് ഞാൻ പോയിട്ട് താമസിച്ചിട്ടുണ്ട്. പിന്നെ യൂണിസെഫിലെ ജോലിയായിരുന്ന സമയത്ത് ആദിവാസി ഇടയ്ക്ക് തന്നെ സ്ഥിരമായിട്ട് അവിടെ താമസിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരെ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും അവരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതൊരു വലിയ ദൈവിക പ്രവൃത്തിയായിട്ട് കാണുന്നു. അതെൻ്റെ സർവീസിന് നല്ല ഒരു അടിത്തറ ഉണ്ടാക്കാനായിട്ട് പറ്റി. അത് കഴിഞ്ഞ് ഞാൻ കേരളത്തിന് വന്നതിന് ശേഷവും ഒത്തിരി അങ്ങനത്തെ നമുക്ക് അനുഭവങ്ങൾ ദൈനംദിന ജീവിതത്തിലുണ്ടാകും, സർവീസിലുണ്ടാകും. പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയ ഒരു ദൈവിക ഇടപെടൽ ഞാൻ പിന്നീട് എൻ്റെ ഈ അടുത്ത കാലങ്ങളിലാണ് ഉണ്ടായത്. ഒരു 3-4 വർഷം മുമ്പ് ഞാൻ കേന്ദ്ര ഗവൺമെൻറ് സർവീസിലിരിക്കുമ്പം എനിക്കുണ്ടായ ഒരു അനുഭവം, അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഒരു ജോലി, അത് തികച്ചും ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് നടന്നത്. എൻ്റെ കൈകളാൽ ചെയ്യപ്പെട്ടത് ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണെന്നുള്ളത് ഉറപ്പാണ്. ആ സാഹചര്യം ഞാൻ പറയാം. ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിലെ കൺട്രോളർ ജനറൽ ഓഫ് പേറ്റൻറ്റ് ഡിസൈൻസ് ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞ ഒരു ജോലിയിൽ ഇരിക്കുന്ന സമയത്ത്, ഞാനിവിടുന്ന് 2008 അവസാനമാണ് പോയത്. 2011 സമയത്ത് കേരള ഗവൺമെൻറ് എന്നെ തിരിച്ച് വിളിച്ചു. അത് ഒരു 2011 ജൂൺ ആയപ്പോഴത്തേക്ക് എന്നെ തിരിച്ചയക്കാനുള്ള ഫയല് അന്നത്തെ പ്രൈം മിനിസ്റ്ററിൻ്റെ അടുത്തെത്തി. നല്ലൊരു എനിക്ക് പകരമുള്ള ആൾ വന്നു കഴിഞ്ഞിട്ട് വിടൂ
എന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഇത് ജൂണ് 2011 ജൂൺ 2011 ശേഷം ഒരു 1-2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ കോടതി എന്ന് പറയാൻ എൻ്റെ അടുത്ത് ഒരു ക്യാൻസർ മരുന്നിനുള്ള കമ്പൽസറി ലൈസൻസിൻ്റെ അപേക്ഷ വരുന്നത്. അപ്പോൾ അത് മേ ബി ഓഗസ്റ്റിലോട്ട് വന്നു. അപ്പോൾ അന്നെല്ലാം എന്നെയും കൂടെ തിരിച്ചു വരാനുള്ള ശ്രമം കേരള ഗവൺമെൻറ്റിൽ നിന്ന് സ്ഥിരമായിട്ട് നടത്തുന്നുണ്ട്. എന്നിട്ടെങ്ങും അവിടെ ഒന്നും സംഭവിച്ചില്ല. ഈ കേസ് എൻ്റെ കോടതി വന്ന് ഞാനത് കേട്ട് എൻ്റെ മുന്നിൽ കേട്ട് ഇരു കക്ഷികളെയും കേട്ടെല്ലാം തീരുമാനമാക്കി. അതിന് നിയമപരമായിട്ടൊരു മിനിമം ടൈം വേണം. അപ്പോൾ ആ ടൈമിലൊക്കെ അത് കൃത്യം നടന്ന് അത് എനിക്ക് അവസാനമായിട്ട് അങ്ങനെ വലിയ മൾട്ടിനാഷണൽ കമ്പനിക്ക് എതിരായിട്ടുള്ള അവർക്കെതിരും എന്നാൽ ഇന്ത്യയിലെ ഒരു കമ്പനിക്ക് കമ്പൽസറി ലൈസൻസായിട്ട് കൊടുക്കാൻ പറ്റി. അത് നെക്സാവർ എന്ന് പറഞ്ഞ കരളിൻ്റെയും വൃക്കയുടെയും ക്യാൻസറിനുള്ള ഒരു മരുന്നാണ്. അതിൻ്റെ 1 മാസത്തെ ചികിത്സയ്ക്ക് വേണ്ട 120 ഗുളികയ്ക്ക് ഈ കമ്പനി 2,84,000 രൂപയാണ്. അവരുടെ പേറ്റൻ്റുള്ള ഒരു മരുന്നായിരുന്നു അത്. അതിന് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ത്യയിലെ നമ്മുടെ പേറ്റന്റ് നിയമത്തിൻ്റെ ഒരു വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലെത്താൻ എനിക്ക് സാധിച്ചു. അത് അതിൽ നിന്ന് വലിയ മാറ്റമാണ്. ഇപ്പോൾ ലോകമെമ്പാടും അതൊരു ചർച്ചയാണ്. അത് കഴിഞ്ഞ് എൻ്റെ ആ തീരുമാനത്തെ അവർ എല്ലാ കോടതികളെയും ചോദ്യം ചെയ്തു. സുപ്രീം കോടതിയിൽ അത് എൻ്റെ തീരുമാനം ശരിവെച്ചു. അതിനുശേഷം അവർ വീണ്ടും അതിന് റിവ്യൂ പെറ്റീഷൻ പറഞ്ഞു. അതും സുപ്രീം കോടതി തള്ളി. ഇപ്പോൾ അത് പെർമനൻ്റായി. ഇപ്പോൾ അത് മരുന്ന് കമ്പനികൾക്കൊക്കെ അങ്ങനെ പല മരുന്നുകൾക്കും വില കുറേശ്ശെ കുറയ്ക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് ക്യാൻസർ മരുന്നുകൾക്ക് കുറച്ച് അങ്ങനെ ഒത്തിരി ആളുകൾക്ക് പ്രയോജനം കിട്ടി. അത് ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം കിട്ടി. അതുപോലെ വേറെ ഒത്തിരി നമുക്ക് ചെയ്യാൻ സാധിച്ചത്. പക്ഷേ എൻ്റെ മനസ്സിലുള്ള തോന്നൽ അന്ന് എന്നെ തിരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൽ വിടാതെ വെച്ചതുകൊണ്ട് എൻ്റെ കൈകൊണ്ട് തന്നെ അത് അങ്ങനത്തെ ഒരു തീരുമാനം എഴുതിക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ പല പ്രാവശ്യമായിട്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള ലോയർമാരും എല്ലാം വന്ന് കേട്ടതിന് ശേഷം അത് തീരുമാനം എടുക്കുന്ന സമയത്ത് അതൊരു 10-12 ദിവസം എടുത്ത് അതിൻ്റെ ഉത്തരവ് എഴുതി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിലെനിക്ക് ഭയങ്കരമായിട്ടുള്ള അതിന് ഞാൻ ഒത്തിരി ദൈവത്തെ ശരണപ്പെട്ടു എന്ന് പറയാം. ദിനവും രാത്രി ഇരുന്ന് ഞാൻ എഴുതുകയായിരുന്നു. എൻ്റെ ഒരു എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനും ഞാനും കൂടെ ഇരുന്ന് ഇത് ഉണ്ടമാനം എഴുതി തയ്യാറാക്കുന്ന സമയത്ത് ദൈവത്തെ ധാരാളം ശരണപ്പെട്ടു. അവിടെയാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, ഈ 2 കൂട്ടരുടെയും ഭാഗം ശരിയെന്ന് തോന്നുന്ന ഒരു വലിയ ധർമ്മസങ്കടാവസ്ഥയാണ്. ഈ പേറ്റൻ്റ് എടുത്ത ആൾക്കും അവരൊത്തിരി പൈസ മുടക്കിയാണ് ആ പേറ്റൻ്റ് എടുത്തത്. അത് തിരിച്ചു കിട്ടണം അവർക്ക്. അപ്പോൾ കൂടിയ വിലയ്ക്ക് വിറ്റണം. ഇപ്പുറത്താണെങ്കിൽ സാധാരണ മനുഷ്യർക്ക് ഇത് വാങ്ങാൻ കാശില്ല ഇന്ത്യയുടെ സിറ്റുവേഷനിൽ. അപ്പോൾ ഇതും ശരിയാണ്, അതും ഒരു കാരണത്തിന് പറഞ്ഞാൽ ശരിയാണ്. അപ്പോൾ ലോകനീതി അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയാണ്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, അവിടെ ദൈവത്തിന് ഇതിനപ്പുറമായിട്ടുള്ളൊരു നീതിയുണ്ട്. അവരുടെ നീതി നമ്മുടെ മുന്നിൽ ആർഗ്യൂ ചെയ്യുമ്പം അത് ശരിയാണെന്ന് തോന്നും, ഇത് ശരിയാണെന്ന് തോന്നും. അതിൽ ദൈവം നമ്മളെ ഒന്ന് കാണിച്ചു തരും. ഇതിന് എടുത്ത് കുഴപ്പമില്ല, ഇത് മുകളിലേക്കുള്ള കോടതികളിൽ നിലനിൽക്കും, ഇതാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ നിർണയം എന്നുള്ള ഒരു തോന്നൽ ദൈവത്തിൻ്റെ നമ്മളെ ഉള്ളിൽ നിന്ന് നമ്മൾ പറഞ്ഞു തരുമെന്ന് എനിക്കന്ന് മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞ ദൈവിക ഇടപെടൽ നമ്മുടെ സർവീസിലുണ്ടാകും. അതിപ്പോൾ തിരിച്ച് നമ്മൾ ഭൗതികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ തീരുമാനം ലോകത്തിലുള്ള ഒത്തിരി സ്ഥലത്തേക്ക് എൻ്റെ പേരും എൻ്റെ തീരുമാനവും ഇപ്പം അറിയും. പക്ഷേ അതിനകത്തുകൂടിയൊന്നും അല്ല ദൈവം മഹത്വപ്പെടുന്നത്. ദൈവം മഹത്വപ്പെടുന്നത് അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ടുള്ള ആളിൻ്റെ കയ്യിൽ. കുറേ കാലം മുമ്പ് ഞാൻ ഈ 2 ലക്ഷത്തിന് വാങ്ങിച്ച് ഇന്ന് എനിക്ക് 6,000 തരാനൊരു അവസ്ഥ ആരോ ഉണ്ടാക്കി തന്നു. അത് ദൈവമായിരിക്കും എന്നല്ല ആൾ പറയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ദൈവീയ പ്രവൃത്തി പോലെ തോന്നും. അപ്പോൾ അവിടെയാണ് നമുക്ക് ആ ദൈവത്തിൻ്റെ വിളി. ഇതൊന്നും നമ്മുടെ ഒരു ഗ്രേറ്റ്നെസ് അല്ലെന്നും. അപ്പോൾ ഞാൻ തിരിച്ചു നോക്കി അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത് ഞാനല്ലല്ലോ, ഞാനൊരു തീരുമാനം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ നിയമം ഉണ്ടാക്കിയത് ഇന്ത്യൻ പാർലമെൻ്റ് ആണല്ലോ. അതുകൊണ്ടല്ലേ എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റുക. അത്തരം നിയമം മറ്റു രാജ്യങ്ങളിലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ അങ്ങനെ ഒരു സാഹചര്യം കണ്ടിട്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഭാഗത്തേക്ക് മാത്രം തിരിഞ്ഞ് നോക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു തീരുമാനമായിരുന്നു, ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിരുന്നു എന്ന് നമുക്ക് തോന്നും നമ്മളെ സംബന്ധിച്ച്. അപ്പം അങ്ങനെ പല ആളുകൾ കൂടി ദൈവം ഇടപെട്ടാണ് ഈ ലോകത്തിൽ മുന്നോട്ട് പോകുന്നത്. അതിന് സംശയമൊന്നും വേണ്ട. നല്ലത് നടക്കുന്നുണ്ട്, നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് അത്തവൻ്റെ ദൈവം ഉണ്ട് എന്നുള്ള വിശ്വാസം ഉറപ്പ്. ജീസസ് ദ സിഇഒയുടെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്ത PH കുര്യൻ സാറിൻ്റെ കൂടുതൽ അനുഭവങ്ങളുമായി അടുത്തയാഴ്ച കാണാം. നന്ദി.